ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. ഇന്ന് വെനസ്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റതേ ഉള്ളൂ. ഞാൻ മാത്രമല്ല, ഇവിടെ ഒരാളും കൂടി ഉണ്ട്. ഹായ് പറഞ്ഞേ. ഞാൻ എഴുന്നേറ്റ് വിട്ടിട്ട് എഴുന്നേറ്റ് പോകുന്നു. അപ്പം എഴുന്നേറ്റു. ഞാനിവിടെ ചോറ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വരട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി കാപ്പി ഇടാം. അച്ചാച്ചനെ എഴുന്നേറ്റിട്ടില്ല. അപ്പം നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടി ബ്രെഡായിരുന്നു, ബ്രെഡ് ടോസ്റ്റായിരുന്നു. ബ്രെഡ് ടോസ്റ്റെന്നോ ബ്രെഡ് ഓംലെറ്റെന്നോ എന്ത് വേണേലും പറയാം. ഇത് അച്ചാച്ചൻ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നുണ്ട്. സൈഡ് ഞാൻ കാപ്പിക്ക് പാല് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബ്രെഡ് ഓംലെറ്റോ ബ്രെഡ് ടോസ്റ്റോ അത് റെഡി ആയിട്ടുണ്ട്. കാപ്പി എടുത്തിട്ടുണ്ട്. ഗൈസ്, നമ്മളത് ഓഫീസിൽ പോകാൻ വേണ്ടി റെഡി ആയേക്കുവാണ്. ഇനിയിപ്പോൾ ഓഫീസിൽ പോകണം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെയാണെങ്കിൽ രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു. ഇപ്പം ഭയങ്കര വെയിലാണ്. പെട്ടെന്നാണ് ക്ലൈമറ്റ് മാറുന്നത്. പെട്ടെന്ന് മഴ വരും, പെട്ടെന്ന് വെയിൽ വരും. അങ്ങനെയാണ്. നമുക്ക് പോകുന്ന വഴിക്കാണ്. ഞാൻ ഓഫീസിലോട്ട് ഇറങ്ങാൻ നിന്നപ്പോഴത്തേക്കിത് നല്ല സ്കൈ ആയിരുന്നു. നല്ല തെളിഞ്ഞ മാനമായിരുന്നു. പക്ഷേ കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കിന് മഴക്കാറ് മൂടും. അമ്മ കൊണ്ടുവിടാൻ പോവാണോ? അമ്മ എവിടെ പോവാ? ഓച്ചിച്ചി പോവാനോ? സാധനം മേച്ചണോ? കോലുമുട്ടായി മേച്ചണേ അല്ലേ? മേച്ചാതെ. ഇതേ ഞങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങളൊന്ന് സ്കൈ നോക്കിയേ. ഒരു സൈഡ് മുഴുവൻ തെളിഞ്ഞു കിടക്കുന്നു, അപ്പുറത്തെ സൈഡിൽ നല്ല മഴക്കാറ്. ഒരു സൈഡിൽ തെളിഞ്ഞ മേഘവും മറു സൈഡിൽ കാർമേഘങ്ങളും കൊണ്ട് മൂടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, പെട്ടെന്ന് ഇവിടുത്തെ ക്ലൈമറ്റ് മാറുന്നു. പെട്ടെന്ന് മഴ പെയ്യും, പെട്ടെന്ന് വെയിൽ വരും. അങ്ങനെ നമ്മൾ പയ്യതെ ഓഫീസിൻ്റെ എവിടേക്ക് എത്തുകയാണ്. ഇതാണ് എൻ്റെ ഓഫീസ്. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചിന്തുവിന് വലിയ ഇഷ്ടം എന്നെ കൊണ്ടുവിടാൻ വരാനായിട്ട്. പുള്ളിയുടെ വിചാരം ഓഫീസിൽ പോയിട്ട് തിരിച്ചിറങ്ങുമ്പോഴത്തേക്കിന് കോലുമുട്ടായി കിട്ടുമല്ലോ എന്നുള്ള സന്തോഷമാണ്. നമ്മൾ ഒരു പ്രാവശ്യം ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ സൂപ്പർ മാർക്കറ്റിൽ സാധനം മേടിച്ചായിരുന്നു. അപ്പോൾ പുള്ളിയുടെ വിചാരം എപ്പോഴും അതുപോലെ നമ്മൾ സാധനം മുട്ടായി കിട്ടുമെന്നൊക്കെയാണ്. അങ്ങനെ ഞാൻ ഓഫീസിലോട്ട് കയറുവാണ്. ഞാനങ്ങനെ അകത്ത് കയറിയിട്ടുണ്ട് ഓഫീസിൽ. നമ്മളങ്ങനെ ഓഫീസിലെത്തി. നമ്മളങ്ങോട്ട് പോവാണ്. ഇപ്പം നല്ല വെയിലുണ്ട്. ഇത്ര നേരം നല്ല അടിപൊളി മഴയായിരുന്നു. ഇപ്പോൾ ഭയങ്കര വെയിലാണ്. അപ്പം നമുക്ക് പോവാം. ഗൈസ്, സമയം 7:30 ആകാറായിട്ടുണ്ട്. അപ്പം നമ്മൾ പയ്യെ ഓഫീസിൽ നിന്ന് ഇറങ്ങുക കേട്ടോ. അപ്പം അച്ചാച്ചനും കൊച്ചും കൂട്ടാൻ വന്നിട്ടുണ്ട്. എന്നെ വിളിച്ചായിരുന്നു. അപ്പം നമുക്ക് പയ്യെ ഇറങ്ങിയേക്കാം. അങ്ങനെ നമ്മൾ കാറിലൊക്കെ കയറി പയ്യെ വീട്ടിലോട്ട് പോവാണ്. പോകുന്ന വഴിക്ക് ചിന്നുവിന് കോലുമുട്ടയൊക്കെ അപ്പം മേടിച്ച് കൊടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി മീനൊക്കെ വറുത്തിട്ടുണ്ട്. മീൻ വറുത്തു, കറി വെച്ചു. ഞാൻ അതെല്ലാം കഴിഞ്ഞ് ചിന്നുവിന് ചോറ് കൊടുക്കുവാണ്. ഗൈസ്, നമ്മളങ്ങനെ ഓഫീസിൽ നിന്ന് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് നമ്മൾ കുളിച്ചതേ ഉള്ളൂ. അച്ചാച്ചൻ ലുലുവിൽ നിന്ന് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മീനൊക്കെ വറുത്തു. പൊട്ടറ്റോ ഒരു മെഴുക്കുരട്ടി പോലെ വെച്ചിട്ടുണ്ട്. പപ്പടം കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഏകദേശം പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇപ്പം ചിന്നുവിൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് ചിന്നു ഇവിടെ സുന്ദരനായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ടുട്ടു ചോറെല്ലാം ഉണ്ട് നിൽക്കുവാണ്. അവനിനി ഉറങ്ങിയാൽ മതി. ഞങ്ങൾക്കിനി ചോറ് കഴിക്കണം. ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മളിതേ കുളിച്ചിട്ട് ഇറങ്ങി വന്നിട്ടും വേർത്ത് ഒഴുകും. അതുപോലെ ചൂടാണ്. മഴ പെയ്യും, ആ പെയ്യുന്ന സമയത്തൊരു തണുപ്പേ ഉള്ളൂ. അല്ലാത്തപ്പം ഭയങ്കര ചൂടാണ്. ഞാനിവിടെ വാഷിംഗ് മെഷീനിൽ തുണി അലക്കാൻ ഇട്ടിട്ടുണ്ട്. അത് സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. മഴ ആയതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും തുണി ഇടാൻ മേല. അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് തുണി ഉണങ്ങി കിട്ടാൻ. ഗൈസ്, അങ്ങനെ ഞാനും അച്ചാച്ചനും ചോറുണ്ണാനിരുന്നു. ചോറ്, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, മീൻ വറുത്തത്, തൈര്, പപ്പടം ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളിത് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ. ഗുഡ് നൈറ്റ് പറഞ്ഞേ.
പൊങ്ങാൻ പോവാന്ന് പറ. ബൈ. ബൈ.